പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എലിക്കെന്തിനാണ് പാല്, പശുവിനെന്തിനാണ് പാല്, പട്ടിക്കെന്തിനാണ് കാല്, ഇതുപോലുള്ള മണ്ടൻ ചിന്തകൾ മണ്ടക്കകത്ത് മണ്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവൻ വീണ്ടും വന്നു. ഉറക്കം. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം എന്ന് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതിനെവിടെ നിന്ന് പ്രസക്തി എന്ന് നിങ്ങൾ കരുതും. ഇങ്ങനെ ഒരു പരിപാടിയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ, പോയി സ്വപ്നം കാണൂല. ഇപ്പൊ ഈ കിരുമസ്പുച്ചാന്തിയൊക്കെ ഉണ്ടാ ഏതോ രാജ്യം ഭരിക്കുന്ന രാജാവാന്ന് തോന്നും. അല്ലേ മുതലാളി? രാജ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് മുതലാളി. അതെന്നെ അകലേന്തു കറുത്തിയൊരു കാർമേഘ അരച്ചു. എന്ത് സമാധാനമായ അന്തരീക്ഷം. ഷേടാ, ഇവൻ എന്ത് ഈ കാണിക്കുന്നേ? ഈ ചെത്ത മുതലാളിയെ കൊണ്ട് ശല്യമായല്ലോ. ഒന്ന് കൈ വെച്ചോട്ടെ മുതലാളി, ഇതൊരു നടക്കി പോകില്ല. ടാടാ കടിക്കുന്ന ഇവൻ എന്റെ സമാധാനം കളഞ്ഞല്ലോ. പൂച്ചാണ്ടി ബഹുമാനമില്ലാത്ത തെണ്ടി എന്തേലും കാണിച്ചോട്ടെ. എന്ത് സൗന്ദര്യം എന്നെ കാണാൻ. എന്നാൽ എനിക്കിത് ഇവിടുന്ന് കിട്ടിയെന്നങ്ങ് പിടികിട്ടുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാം ഒരു ബില്ലാവരെ.